കാലം എത്ര പുരോഗമിച്ചാലും പ്രവചനങ്ങൾക്കും അതുപോലെയുള്ള ഉടായ്പകൾക്കുമൊന്നും ഒരു കുറവും സംഭവിക്കില്ല. ഇനി ജൂലൈ 5-ന് ലോകം അവസാനിക്കും. ജപ്പാൻ, തായ്വാൻ, അതുപോലെ തന്നെ ചൈന എന്നീ രാജ്യങ്ങളിലൊക്കെ വലിയ ദുരന്തങ്ങൾ സംഭവിക്കാൻ പോവുകയാണെന്ന് ഒരാൾ പ്രവചിച്ചിരിക്കുകയാണ്. പ്രവചിച്ചത് മറ്റാരുമല്ല, ജപ്പാനിലെ ഒരു കലാകാരിയാണ്, ഒരു ആർട്ടിസ്റ്റാണ്, മംഗ ആർട്ടിസ്റ്റായ റിയോ തത്സുഗി എന്ന് പറയുന്ന ഒരാളാണ് ഇത് പ്രവചിച്ചിട്ടുള്ളത്. ജപ്പാനിലെ ബാബ വാങ്ക എന്നറിയപ്പെടുന്ന ഒരാൾ കൂടിയാണ് ഈ സ്ത്രീ. അപ്പോൾ ഇവരുടെ പ്രവചനങ്ങളൊക്കെ ഫലിക്കാറുണ്ട്. ഇവർ പ്രവചിച്ചിരിക്കുകയാണ് ജൂലൈ 5-ന് ലോകമങ്ങ് അവസാനിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പ്രവചനങ്ങൾക്ക് എന്തെങ്കിലും സ്ഥായിയായ ചലനം ഈ ലോകത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരുപാട് പ്രവചനങ്ങളുണ്ട്. നമുക്കറിയാം, ഫുട്ബോളിലെ ഒരു നീരാളിയുടെ കഥ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നോസ്ട്രഡാമസ് ഉണ്ട്. ഇങ്ങനെ പല ആളുകളുടെയും പ്രവചനങ്ങളെക്കുറിച്ച് പലപ്പോഴും ബാബ വാങ്ക എന്ന് പറഞ്ഞ സ്ത്രീയുണ്ട്. ഇവരുടെയൊക്കെ പല പ്രവചനങ്ങളും ഫലിച്ചു എന്ന് ആളുകൾ പറയാറുണ്ട്. അവരൊരു ഊഹാപോഹം വെച്ച് പറയുന്നു. അതുപോലെ തന്നെ വിമാന ദുരന്തമുണ്ടായപ്പോൾ ഒരു കാർട്ടൂണിനെക്കുറിച്ച്, സിംസൺ കാർട്ടൂണിനെക്കുറിച്ചുള്ള പരാമർശം വന്നു. അതിൽ ആ സിംസൺ കാർട്ടൂണിൻ്റെ ക്രിയേറ്ററോട് ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഇങ്ങനെയല്ല, കുറേ നിരീക്ഷണങ്ങൾ നടത്തും, സമൂഹത്തിൽ നിരീക്ഷണങ്ങൾ നടത്തിയിട്ട് ചില കാര്യങ്ങൾ തങ്ങളുടെ കഥാപാത്രങ്ങളെ കൊണ്ട് പറയിക്കാറുണ്ട്. അത് ചിലപ്പോൾ സംഭവിക്കും, ചിലപ്പോൾ സംഭവിക്കില്ല. അതൊന്നും പ്രവചനമല്ല എന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞ് ഒഴിയുന്നതും നമ്മൾ കണ്ടതാണ്. ഇവിടെ ഈ ജൂലൈ 5-ന് ഈ ലോകത്ത് ഒരു മണ്ണാങ്കട്ടയും സംഭവിക്കില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് ഹരി പത്തനാപുരം എന്ന ജ്യോതിഷൻ. ഹരി പത്തനാപുരത്തിൻ്റെ വാക്കുകൾ നോക്കുകയാണ്. ഹരി പത്തനാപുരം പറയുകയാണ്, ഇത് ഒരു ജ്യോതിഷിയല്ല. ഒന്നാമത് ഈ റിയോ തത്സുഗി എന്ന് പറയുന്ന ആൾ ഒരു ജ്യോതിഷിയോ ജ്യോതിഷ പണ്ഡിതയോ അങ്ങനെയുള്ള ആളുകളല്ല. അവർ ഒരു കലാകാരി മാത്രമാണ്. അവർ ഒരു പക്ഷേയെങ്കിൽ ചില നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ എങ്കിലും ഇങ്ങനെ ഒരു കൃത്യം ദിവസം കൃത്യം സമയത്ത് ഇങ്ങനെ സംഭവിക്കുമെന്നൊക്കെ പ്രവചിച്ച് പറയുകയാണെങ്കിൽ അത് വലിയ സംഭവമാണ്. ഈ റഷീദിൻ്റെ കാര്യം അറിയാലോ, ഇലക്ഷൻ പ്രവചന വീരൻ റഷീദ് ചില കാൽക്കുലേഷനിലൂടെ ചില കാര്യങ്ങൾ പറയും. ചിലപ്പോൾ അത് ശരിയാകും, ചിലപ്പോൾ അത് ശരിയാകാതെയും വരും. റഷീദ് പറഞ്ഞ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ അമ്പേ പരാജയപ്പെട്ടു പോയില്ലേ? ഇപ്പോൾ കുറേ കാര്യങ്ങൾ തെറ്റിപ്പോയി. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ കുറേ കാര്യങ്ങൾ തെറ്റിപ്പോയി. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കാറുണ്ട്. ഈ റഷീദ് പറയുന്ന എല്ലാ കാര്യങ്ങളും തെരഞ്ഞെടുപ്പുകളിൽ ഫലിക്കാറുമില്ല. അവിടെയാണ് ഹരി പത്തനാപുരം പറയുന്നത്, പ്രവചനം എന്ന് പറയുന്നത് സമൂഹത്തെ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നയാൾ ഒരുപക്ഷെ ഇങ്ങനെ സംഭവിക്കാം എന്നൊക്കെ പറയുന്നതാണ് പ്രവചനം എന്ന് പറയുന്നത്. അത് സംഭവിച്ചു കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഈ ജൂലൈ 5-ാം തീയതി നമുക്ക് കാത്തിരിക്കാം, ഒരു മണ്ണാങ്കട്ടയും ലോകത്ത് നടക്കുകയില്ല. കാരണം ഈ പ്രവചനം എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു ഏർപ്പാടല്ല. പ്രവചനം എന്ന് പറയുന്നത് യാതൊരു കാൽക്കുലേഷൻ, കണക്കുകൂട്ടലുടെ അടിസ്ഥാനത്തിലല്ല. ഒരാൾ എന്തൊക്കെയോ പറയുന്നു, അത് കുറിച്ചു വയ്ക്കപ്പെടുന്നു, അതിനി സംഭവിക്കുമെന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്നു, അവർ ഭയപ്പെടുന്നു. ഇത് മാത്രമാണ് വാസ്തവം. അല്ലാതെ ഇതിനകത്ത് മറ്റ് ശാസ്ത്രീയ യാഥാർത്ഥ്യങ്ങളോ ഈ ജ്യോതിഷ കണക്കുകൾ പോലെ നക്ഷത്രങ്ങളുടെ കണക്കോ ഉപഗ്രഹങ്ങളുടെ കണക്കോ ഒന്നും ഇതിനകത്ത്, ഗ്രഹങ്ങളുടെ കണക്കോ ഒന്നും ഇതിനകത്ത് ഇല്ല എന്നാണ് ഹരി പത്തനാപുരം പറയുന്നത്. അതുകൊണ്ട് ജൂലൈ 5-ന് റിയോ തത്സുഗി എന്ന് പറയുന്ന ജപ്പാനിലെ കലാകാരി പറഞ്ഞിരിക്കുന്ന പ്രവചനം, ചൈന, ജപ്പാൻ, തായ്വാൻ ഇവിടെ ഒരു വലിയ പ്രകൃതി ദുരന്തം, സുനാമി, ഭൂകമ്പം, അതുപോലെ എന്തെങ്കിലും മഹാവിപത്ത് സംഭവിക്കുമെന്നാണ് പ്രവചനം. അങ്ങനെ ലോകം മുഴുവനെയും പിടിച്ചു കുലുക്കുന്ന മഹാദുരന്തം ഈ രാജ്യങ്ങളിൽ സംഭവിക്കാനിരിക്കുന്നു എന്നാണ് പ്രവചനം. നമുക്ക് ജൂലൈ 5-ാം തീയതി വരെ കാത്തിരിക്കാം. വല്ല മണ്ണാങ്കട്ടയും നടക്കുമോ എന്ന് നോക്കാം.